ശ്രീ മഹാദേവി നമാം. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. മഹർഷി വേദവ്യാസ വിരചിതമായ ബ്രഹ്മാണ്ഡ മഹാപുരാണം. ഈ ബ്രഹ്മാണ്ഡ മഹാപുരാണത്തിലെ ഉത്തരഖണ്ഡം ലളിതോപാഖ്യാനം. ഈ ലളിതോപാഖ്യാനത്തെ വർണ്ണിച്ച് കേട്ട ശേഷം ആണ് നാം ലളിതാ സഹസ്രനാമത്തിലെ അനേകം നാമങ്ങൾ, ആ നാമങ്ങളുടെ താത്പര്യമെന്ത് എന്ന് അറിയുവാൻ വേണ്ടി പല നാമങ്ങളുടെയും പിന്നിൽ പല കഥകളുമുണ്ട്. ആ കഥാസന്ദർഭങ്ങളെ വിസ്തരിക്കുന്ന ഒരു പുരാണ ഭാഗമാണ് ലളിതോപാഖ്യാനം. ഇതിലെ അധ്യായം പ്രതി എല്ലാ ശ്ലോകങ്ങളും വായിച്ച് അതിൻ്റെ താല്പര്യത്തിലേക്ക് കടക്കുന്നില്ല. പ്രസക്തമായ ഭാഗങ്ങളെ ആദ്യമൊന്ന് വർണ്ണിച്ച് നമുക്ക് കേട്ട ശേഷം ലളിതാ സഹസ്രനാമത്തിലേക്ക് പ്രവേശിക്കാം. ലളിതോപാഖ്യാനത്തിന്റെ ആദ്യ അധ്യായം ത്രിപുര സുന്ദരിയായിട്ടുള്ള ലളിതാംബികയെ പ്രണമിച്ചുകൊണ്ട് ആരംഭിച്ചു. പ്രണമ്യ ലളിതാദേവി പ്രണതാഭീഷ്ടദായിനി. ശ്രീ പരമേശ്വരന്റെ ഇടത് അംഗമായി വാമഭാഗത്തെ അലങ്കരിക്കുന്ന ലളിതാദേവി നമുക്ക് ഏവർക്കും ശ്രേയസ്സിനെ പ്രദാനം ചെയ്യട്ടെ. മനുഷ്യന് പുരുഷാർത്ഥങ്ങളിൽ മൂന്നാമതായി പറയുന്ന കാമം അല്ലെങ്കിൽ അഭീഷ്ടസിദ്ധി, അതിനെ പ്രദാനം ചെയ്യുന്നത് തുരീയാവസ്ഥയിലിരിക്കുന്ന ഈ ലളിതാദേവി തന്നെയാണ്. ആ ദേവിയാവട്ടെ ശ്രീപരമേശ്വരിൽ നിന്ന് അഭിന്നയായി പരബ്രഹ്മസ്വരൂപിണിയായി ശൃംഗാര രസാനുഭാവയായിരുന്നു കൊണ്ട് തൻ്റെ ഉപാസകർക്ക് അഭീഷ്ടങ്ങളെ പ്രദാനം ചെയ്യുന്നു. ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്നിങ്ങനെയുള്ള 3 അവസ്ഥകൾക്കും സാക്ഷ്യം വഹിക്കുന്ന ഒന്നാണ് ഈ തുരീയ അവസ്ഥ എന്ന് പറയുക. ആ ദേവിയെ പ്രണമിച്ചുകൊണ്ട് ആരംഭിക്കുകയും തുടർന്ന് ഈ ലളിതോപാഖ്യാനം ആരൊക്കെ തമ്മിലുള്ള സംവാദമാണ് എന്ന് സൂചിപ്പിക്കുകയാണ്. അഗസ്ത്യോ നാമ ദേവർഷി വേദവേദാംഗപാരക. സർവസിദ്ധാന്തങ്ങളുടെയും വേദാംഗങ്ങളുടെയും പരിജ്ഞാനമുള്ള, ആഴത്തിൽ അറിവ് നേടിയ അഗസ്ത്യൻ എന്ന മഹർഷി. അദ്ദേഹം ലോകാനുഗ്രഹാർത്ഥമായി ഭൂമിയിലെ പല പുണ്യ തീർത്ഥങ്ങളും ക്ഷേത്രങ്ങളും സന്ദർശിച്ചുകൊണ്ട് അങ്ങനെ സഞ്ചരിക്കുന്ന വേളയിൽ ഈ അഗസ്ത്യ മഹർഷിയെ കുറിച്ചിട്ടുള്ള ഒരു ഐതിഹ്യം ശ്രീമദ് ദേവി ഭാഗവതം 10ാം സ്കന്ധത്തിൽ നമുക്ക് കാണാൻ കഴിയും. വിന്ധ്യപർവ്വതത്തിന്റെ അഹങ്കാരത്തെ
ശമിപ്പിച്ചു എന്നാണ്. ആ വിന്ധ്യപർവ്വതം അതിനെ ഭൗതിക അഹങ്കാരത്തിന്റെ പ്രതീകമായിട്ടാണ് വർണ്ണിക്കുക. അപ്പോൾ വിന്ധ്യന്റെ അഹങ്കാരം വർദ്ധിക്കുകയും മേരു പർവ്വതത്തിനോടുള്ള മത്സരം കൊണ്ട് വിന്ധ്യൻ സൂര്യചന്ദ്രന്മാരുടെ ഗതി തടയുന്ന തരത്തിൽ തന്റെ ശിഖരങ്ങളെ ഉയർത്തി. ഇവിടെ ദേവന്മാർ ശ്രീപരമേശ്വരന്റെ നിർദ്ദേശമനുസരിച്ച് ഈ അഗസ്ത്യ മഹർഷിയെ സമീപിക്കുകയാണ്. അദ്ദേഹം വാരാണസിയില് കാശിയില് തന്റെ പത്നിയായിട്ടുള്ള ലോപാമുദ്രാദേവിയോടുകൂടി വസിക്കവെയാണ് ഇന്ദ്രാദി ദേവന്മാർ അഗസ്ത്യനോട് പ്രാർത്ഥിക്കുന്നു, അങ്ങ് ഈ വിന്ധ്യന്റെ അഹങ്കാരത്തെ ശമിപ്പിക്കണം, സൂര്യചന്ദ്രന്മാരുടെ ഗതി പൂർവസ്ഥിതിയിലാക്കണം. ദേവന്മാരുടെ പ്രാർത്ഥന കേട്ട് അഗസ്ത്യ മഹർഷി പത്നിയോടുകൂടി കാശിയിൽ നിന്ന് ദക്ഷിണദിക്കിലേക്ക് യാത്ര ആരംഭിക്കുകയും ഈ മഹർഷിയെ കാണുന്ന വിന്ധ്യൻ അദ്ദേഹത്തെ നമസ്കരിക്കുവാൻ തുടങ്ങുകയും തന്റെ ശിഖരങ്ങളെയെല്ലാം താഴ്ത്തി അഗസ്ത്യന്റെ മുന്നിൽ വീണ് നമസ്കരിക്കുന്ന തരത്തിൽ ഉയരത്തിലായിരുന്ന വിന്ധ്യൻ ഒരു ദീർഘദണ്ഡ നമസ്കാരം ചെയ്തതുപോലെ വർത്തിക്കുകയുമാണ് ഉണ്ടായത്. അന്നു മുതലാണത്രേ അഗസ്ത്യന്റെ ശിഖരങ്ങൾ താഴ്ത്തപ്പെട്ട നിലയിൽ ഉയരം കുറഞ്ഞ ഒരു പർവ്വതമായി കാണപ്പെടാൻ തുടങ്ങിയത് എന്നൊക്കെയാണ് ഐതിഹ്യം. അപ്പൊ അകത്തെ അമർത്തിയതിനാൽ ആണ് അഗസ്ത്യൻ എന്ന് ആ ഋഷിക്ക് പേരുണ്ടായത്. അദ്ദേഹം വാസ്തവത്തിൽ കുംഭസംഭവനാണ്. അങ്ങനെയുള്ള അഗസ്ത്യ മഹർഷിയും അദ്ദേഹത്തിന്റെ മുന്നിൽ ആവിർഭവിക്കുന്ന മഹാവിഷ്ണു അവതാരമായിട്ടുള്ള ഹയഗ്രീവനും ആ ഭഗവാൻ ഹയഗ്രീവനും തമ്മിലുള്ള സംവാദമാണ് ലളിതോപാഖ്യാനം. അങ്ങനെയുള്ള അഗസ്ത്യൻ ലോകരുടെ പരിതാപകരമായിട്ടുള്ള അവസ്ഥ കണ്ട്, മനുഷ്യരുടെ ലൗകിക ജീവിതം നയിക്കുന്നവരുടെ അവസ്ഥ കണ്ട് മനുഷ്യർക്ക് മോചനം സാധ്യമാവാൻ എന്താണ് മാർഗം എന്ന് ചിന്തിക്കുകയും അങ്ങനെ ചിന്തിക്കുന്ന അദ്ദേഹത്തിന്റെ മുന്നിൽ ഭഗവാൻ മഹാവിഷ്ണു അശ്വമുഖനായി ഹയഗ്രീവനായി പ്രത്യക്ഷപ്പെട്ടു. ഭൗതിക അഹങ്കാരത്തെ ഒതുക്കുവാൻ പ്രാപ്തനായ ആത്മനിഷ്ഠനായ ഒരുവന്റെ ഉദ്ദേശം സഫലമാക്കാൻ വേണ്ടി ഭഗവാൻ അവതരിച്ചു എന്ന് പറയുകയാണ്. അങ്ങനെ അദ്ദേഹം സഞ്ചരിച്ച് ഈ അഗസ്ത്യ മഹർഷി കാഞ്ചീപുരത്തിൽ എത്തിച്ചേരുകയാണ്. ഇന്നത്തെ നമ്മളുടെ ഭാരതത്തിലെ തമിഴ്നാട്ടിൽ പ്രസിദ്ധമായിട്ടുള്ള ആ കാഞ്ചീപുരം. അവിടെ ഗജശൈലം എന്ന പർവ്വതത്തിൽ ഏകാമ്രം എന്ന ക്ഷേത്രം, ഈ ഏകാമ്ര ക്ഷേത്രത്തിൽ വസിക്കുന്ന ശ്രീ പരമേശ്വരനും അതുപോലെ ദേവി കാമാക്ഷിയും ആ ഭഗവാനെയും ദേവിയെയും അഗസ്ത്യൻ പൂജിക്കുന്നു. ഇപ്പൊ ലോകാനുഗ്രഹത്തിനായി ചിന്തിക്കുന്ന ആ അഗസ്ത്യ മഹർഷിയുടെ തപസ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രയത്നം കണ്ട് ഭഗവാൻ മഹാവിഷ്ണുവിന് സന്തോഷം തോന്നുകയും ഹയഗ്രീവാം തനും കൃത്വാ സാക്ഷാത് ചിന്മാത്ര വിഗ്രഹം ശംഖചക്രാക്ഷവലയ പുസ്തകോജ്വല ബാഹുക
പൂരയിത്രീം ജഗത് കൃഷ്ണം പ്രഭയാ ദേഹജാതയ പ്രാദുർബഭൂവ പുരതോ മുനേരമിത തേജസ. ഒന്നാം അധ്യായത്തിലെ ലളിതോപാഖ്യാനത്തിലെ ഈ ശ്ലോകം 9-ാം ശ്ലോകത്തിലെ 2-ാം പാദം മുതൽ 10-ാം ശ്ലോകം ഉൾപ്പെടുന്ന ഇപ്പോൾ ചൊല്ലിയ ഈ ശ്ലോകത്തിന് ഒരു മഹാത്മ്യം കൂടി പറയുന്നുണ്ട്, ഒരു ഫലശ്രുതി കൂടി പറയുന്നുണ്ട്. ഈ അഗസ്ത്യ മഹർഷിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ഹയഗ്രീവ രൂപത്തിൽ അവതരിച്ചതായ ഈ മഹാവിഷ്ണുവിനെ ധ്യാനിക്കുന്നത് വ്യാഴദോഷ പരിഹാരാർത്ഥമായിട്ടാണ് എന്ന് പറയാറുണ്ട്. നമുക്കറിയാം, ഓരോ സംവത്സരം, ഓരോ വർഷം കൂടുന്തോറും ഒരു രാശിയിൽ നിന്ന് അടുത്ത രാശിയിലേക്ക് സഞ്ചരിക്കുന്ന ഒരു ഗ്രഹമായിട്ടാണ് വ്യാഴം അഥവാ ബൃഹസ്പതി അല്ലെങ്കിൽ ഗുരു എന്ന് പരാമർശിച്ചിട്ടുള്ളത് ജ്യോതിശാസ്ത്രത്തിൽ. അപ്പോൾ അത് ഓരോ രാശിയിലും ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്, അതായത് 2025 മെയ് മാസത്തിൽ അവസാനത്തോടുകൂടി ആ വ്യാഴത്തിൻ്റെ മാറ്റം കഴിഞ്ഞു. അത് മിഥുനം രാശിയിലാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത്. അവ ബാക്കി തുടർന്നു വരുന്ന രാശികൾ കർക്കിടകം രാശിയിൽ ഉള്ളവർക്ക് മിഥുനം അല്ലെങ്കിൽ വ്യാഴത്തിന്റെ സ്ഥാനം 12-ാമതാണ്. അപ്പോൾ അതുപോലെ നമുക്ക് കണക്കാക്കാം, വൃശ്ചികം രാശിയിൽ ഏതിലാണോ ചന്ദ്രൻ വരിക അവിടെ നിന്നിട്ടാണ് വ്യാഴത്തിന്റെ സ്ഥാനത്തെ നമുക്ക് കണക്കാക്കേണ്ടത്. ഇപ്പൊ വൃശ്ചികത്തിൽ നിന്നും വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം, മേടം, ഇടവം, മിഥുനം. ഇപ്പോഴത്തെ വ്യാഴത്തിന്റെ സഞ്ചാരം 8-ാമത് രാശിയിലാണ്. സ്വതവേ 6, 8, 12 രാശികളിൽ സഞ്ചരിക്കുന്ന വ്യാഴം ദൈവാധീന കുറവിനെ കാണിക്കുന്നു, അല്ലെങ്കിൽ അശുഭസ്ഥാനത്തായിട്ടാണ് പറയുക. അപ്പോൾ അത് പലതരത്തിലും ദൈവാധീനം ഇല്ലാതെയാവുക അല്ലെങ്കിൽ മറഞ്ഞു നിൽക്കുക എന്നുള്ള അവസ്ഥയിൽ നമ്മളുടെ എല്ലാ കർമ്മങ്ങൾക്കും അത് വിപരീത ഫലമുണ്ടാക്കുകയും അല്ലെങ്കിൽ വേണ്ടത്ര അനുകൂല ഫലം ലഭിക്കാതെ വരികയും ചെയ്യുന്ന ഒരവസ്ഥയാണ്. ഇതിനെ തരണം ചെയ്യാൻ, ഇതിനെ ഓവർകം ചെയ്യാനായി ഇവിടെ ഈ ലളിതോപാഖ്യാനത്തിൽ പറഞ്ഞ വളരെ ലളിതമായ ഒരു സാധനയാണ് ഈ മേൽപ്പറഞ്ഞ ഒരു ശ്ലോകം. 1-ാം അധ്യായത്തിലെ ശംഖചക്രാക്ഷവലയ പുസ്തകോജ്വല ബാഹുകാം പൂരയിത്രിം ജഗൽ കൃഷ്ണം പ്രഭയാ ദേഹജാതയ പ്രാദുർബഭൂവ പുരതോ മുനേരമിത തേജസ. ശംഖ്, ചക്രം, അക്ഷമാല, ഗ്രന്ഥം അഥവാ പുസ്തകം, ഇവ ധരിച്ചുകൊണ്ട് നിൽക്കുന്നതായ ഹയഗ്രീവ രൂപത്തിലുള്ള മഹാവിഷ്ണു, അതായത് ഭഗവാന്റെ മുഖം അശ്വമുഖമാണ്, കുതിരയുടെ മുഖമാണ്. ആ രൂപത്തിൽ ഉള്ള വിഷ്ണു അവതാരത്തെ, ഹയഗ്രീവ രൂപത്തെ ധ്യാനിക്കുക. അതാണ് അതിന് വേണ്ടതായ ഒരു വ്യാഴപ്രീതിക്ക് അല്ലെങ്കിൽ വ്യാഴത്തിന്റെ അശുഭത്തെ നീക്കാൻ വേണ്ടതായ ഒരു ലളിതമായ ഒരു പ്രായശ്ചിത്തം. ഇവിടെ അഗസ്ത്യ മഹർഷിയുടെ മുൻപിൽ ഭഗവാൻ അവതരിച്ചു. ആ ഹയഗ്രീവമൂർത്തിയെ കണ്ട അഗസ്ത്യൻ വീണ്ടും വീണ്ടും നമസ്കരിച്ചുകൊണ്ട് സ്തുതിച്ചു. ഇവിടെ എന്തുകൊണ്ടാണ് ഭഗവാൻ ഈ അഗസ്ത്യന്റെ മുന്നിൽ അവതരിച്ചത് എന്ന് പറയുകയാണ്. എപ്പോഴും മനുഷ്യന്റെ ഉന്നതിക്ക് വേണ്ടി, സഹജീവികളുടെ രക്ഷയ്ക്കായി, മുക്തിക്കായി പ്രായോഗികമായ മാർഗമെന്ത് എന്ന് ചിന്തിച്ചതായ അഗസ്ത്യ മഹർഷിയുടെ മുന്നിലാണ് ഭഗവാൻ അവതരിച്ചത്. എപ്പോഴും ഒരു മഹത്തായ ലക്ഷ്യം മുൻനിർത്തി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും
അതിനുള്ള മാർഗം തേടുകയും ചെയ്യുന്നവരുടെ മുന്നിൽ ആ ജഗതീശ്വരൻ മാർഗദർശകനായി പ്രത്യക്ഷമാവും എന്നിവിടെ കാണിക്കുകയാണ്. അഗസ്ത്യനെ അനുഗ്രഹിച്ചുകൊണ്ട് ഈ ഹയഗ്രീവമൂർത്തി പറയുകയാണ്, അങ്ങയുടെ ആ തപസ്സിൽ ഞാൻ സന്തോഷിച്ചിരിക്കുന്നു, അങ്ങേക്ക് എന്താണ് വരം വേണ്ടത്? ഇവിടെ ചോദിക്കുകയാണ് അദ്ദേഹം, കേനോപായേന മുക്താസ്യു ഏതന്മേ വക്തുമർഹസി. അങ്ങ് സന്തുഷ്ടനായി എങ്കിൽ അജ്ഞാനികളായ ജീവജാലങ്ങളെ ഏതു വിധത്തിൽ മുക്തരാക്കാൻ പറ്റും, അല്ലെങ്കിൽ അവർക്ക് എങ്ങനെയാണ് സംസാരമുക്തി പ്രാപിക്കാൻ കഴിയുക? അപ്പോൾ ഈ അഗസ്ത്യൻ ചോദിച്ച ഇതേ ചോദ്യം മുൻപ് ശ്രീപരമേശ്വരനും അതുപോലെ തന്നെ ബ്രഹ്മാവും ദുർവാസസ് മഹർഷിയും ചോദിച്ചിട്ടുണ്ട്. ഇവരെല്ലാം തന്നെ ജീവകാരുണ്യമുള്ളവരാണ് എന്നുകൂടി സൂചിപ്പിക്കുകയാണ്, വ്യക്തമാക്കുകയാണ്. ലോകഹിതാർത്ഥമായി മഹാത്മാക്കളായിട്ടുള്ളവർ, അങ്ങേപോലെയുള്ളവർ നിങ്ങളിലൂടെ ഇനി പറയാൻ പോകുന്ന ഉപദേശം ലോകത്തിൽ പ്രസിദ്ധമാവട്ടെ എന്ന് ഒരു വരം ആദ്യം തന്നെ നൽകുകയാണ്. ഭവദ്ഭി സർവലോകാനാം ഗുരുഭൂതേർ മഹാത്മഭി മമ ഉപദേശോ ലോകേഷു പ്രഥിതോസ്തു വരാൻമമ. ഭഗവാൻ ആ ഉപദേശം ആരംഭിക്കുകയാണ്. സർവജീവജാലങ്ങൾക്കും മുൻപ് ഉണ്ടായിരുന്നു ഞാൻ, എല്ലാറ്റിനും ആദി കർത്താവായി, സ്വയം പ്രഭുവായി, മൂന്ന് രൂപത്തിൽ, മൂന്ന് മൂർത്തിഭേദങ്ങളോടുകൂടി സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെ നിർവഹിക്കുന്നവനായി, ത്രിഗുണാതീതനായി, എന്നാൽ എല്ലാ ഗുണങ്ങളുടെയും ആധാരം ആണ്. എല്ലാറ്റിൻ്റെയും ആത്മാവും പ്രധാന പുരുഷാത്മകനും പ്രധാനവും പുരുഷനുമാകുന്ന ആത്മാക്കളോടുകൂടിയവനും ഞാൻ തന്നെയാണ്. എൻ്റെ രൂപത്തെ പ്രധാനമെന്നും പുരുഷനെന്നും രണ്ടായിട്ട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. പ്രധാനം എന്ന രൂപമാണ് പഞ്ചഭൂതങ്ങൾ, ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം. ത്രിഗുണങ്ങൾ, സത്വം, രജസ്, തമസ്, ഇതൊക്കെ ചേർന്നതാണ്. പുരുഷരൂപമാണ് എങ്കിൽ ഈ പഞ്ചഭൂതങ്ങളിൽ നിന്നും ത്രിഗുണങ്ങളിൽ നിന്നുമൊക്കെ വേറിട്ട് മഹത്തായിട്ടുള്ളതാണ്. ഈ രണ്ട് രൂപങ്ങളിൽ ഏതെങ്കിലും ഒന്നിനെ അറിഞ്ഞാൽ തന്നെ സംസാര ക്ലേശങ്ങളില്ലാതെയാവും, മുക്തി ലഭിക്കും. പ്രധാനത്തിനെ പ്രകൃതി എന്നും അതിനെ ജീവൻ എന്നും അഥവാ ജീവാത്മാവെന്നും പുരുഷരൂപത്തെ പരമാത്മാവെന്നും നമുക്ക് മനസ്സിലാക്കാം. അതിൽ ആദ്യത്തേതായിട്ടുള്ള പ്രധാന രൂപത്തിൽ അഥവാ പ്രകൃതി, ജീവാത്മാവ് എന്നീ അവസ്ഥകളിൽ മുക്തി ലഭിക്കുക യമനിയമാദികളെ പാലിച്ചും തപസ്, ത്യാഗം ഇവ അനുഷ്ഠിച്ചും ജീവന് ദുരിതക്ഷയം വരുമ്പോഴാണ്. സത്യം, അഹിംസ, അസ്തേയം, അപരിഗ്രഹം, ബ്രഹ്മചര്യം ഇവയൊക്കെയാണ് യമങ്ങൾ. ശൗചം, സന്തോഷം, തപസ്, സ്വാധ്യായം, ഈശ്വരപൂജ ഇവയാണ് നിയമങ്ങൾ. തപസ് എന്നാൽ ഒരേയൊരു ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള ശ്രമം അഥവാ അന്വേഷണം.
ത്യാഗം എന്നതുകൊണ്ട് ദാനം എന്ന സാമാന്യമായിട്ടുള്ള ഒരു അർത്ഥത്തിൽ മാത്രം അറിഞ്ഞാൽ പോരാ. ഒരുവന് ആസക്തി ഇല്ലാതെ ആവാൻ കാരണം ഒരു വസ്തു ഉപേക്ഷിക്കുകയോ സ്വീകരിക്കാതെ ഇരിക്കുകയോ, അതുപോലെ തന്നെ വസ്തുക്കളാവട്ടെ അവനവന് വന്നു ചേരുന്ന അവസരങ്ങളാവട്ടെ മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കുക, ഇതൊക്കെ ത്യാഗമാണ്. അത്യാവശ്യ ഘട്ടം, അനിവാര്യ ഘട്ടത്തിൽ ഹിംസിക്കാതിരിക്കുന്നത് അഹിംസ എന്ന് പറയാൻ കഴിയില്ല. അനാവശ്യമായി ഹിംസിക്കാതിരിക്കുക അവനവന്റെ സന്തോഷത്തിന്, രസത്തിന് വേണ്ടി ഹിംസ നടത്താതിരിക്കുക, ഇതാണ് അഹിംസ. അർഹതയില്ലാത്തത് സ്വീകരിക്കാതെ ഇരിക്കാൻ അപരിഗ്രഹം. അന്യന്റെ സമ്പത്തിനെ എടുക്കാതിരിക്കൽ, അത് അസ്തേയം. ബ്രഹ്മത്തെ അന്വേഷിക്കുക, നിരന്തരമായി ചിന്തിക്കുക, അതിനെ ബ്രഹ്മചര്യം എന്നും സാമാന്യമായിട്ട് നമുക്ക് വ്യവഹരിക്കാം. ഒരുവൻ സ്വന്തം നിലയ്ക്ക് അധ്യയനം ചെയ്യലാണ് സ്വാധ്യായം. എല്ലാറ്റിലും ഈശ്വരനെ ദർശിച്ചുകൊണ്ട് ഞാൻ ഈശ്വരാംശമാണ് എന്ന് ദൃഢമായി അറിഞ്ഞുകൊണ്ടുള്ള പ്രവർത്തനം, അതിനെയാണ് ഈശ്വര പൂജ എന്നും പറയാൻ കഴിയുക. ഗുണങ്ങളോടുള്ള ഐക്യപ്രാപ്തി ജീവന് മുക്തി നൽകും. അതായത് ശബ്ദസ്പർശ രസ രൂപഗന്ധങ്ങൾ പഞ്ചഭൂതങ്ങളിൽ ഏതിനോട് ആശ്രയിച്ചിരിക്കുന്നതോ അതാതിൽ അവസാനം ലയിക്കും. അങ്ങനെയാണ് അഗ്നിപുരാണത്തിൽ പറയുക. ഇവിടെ പഞ്ചീകരണം എന്ന പ്രക്രിയയെ ഒന്ന് ചുരുക്കത്തിൽ നമുക്കറിയണം. അതായത് പഞ്ചഭൂതങ്ങളിൽ ഒന്ന് അതിന്റെ പകുതി 50%, ശേഷിക്കുന്ന 4 ഭൂതങ്ങൾ, ഇപ്പൊ പൃഥ്വി എടുത്താൽ, ഭൂമി എടുത്താൽ അത് പകുതിയാണ് എങ്കിൽ ജലം, അഗ്നി, വായു, ആകാശം, ഈ 4 ഘടകങ്ങൾ അതിന്റെ 12.5%. അങ്ങനെ ഒരു പഞ്ചഭൂതത്തിന്റെ ഒരു ഘടകം പകുതിയും ബാക്കി 4 12.5% കൂടിച്ചേർന്നിട്ടാണ്. അങ്ങനെയാണ് പഞ്ചീകരണം എന്ന പ്രക്രിയ. അത്തരത്തിൽ ആവുമ്പോഴാണ് ഓരോ മഹാഭൂതവും നിലനിൽക്കുക. ജീവന് പൂർവകർമ്മങ്ങളുടെ ഫലമായിട്ട് വന്നു ചേരുന്ന ശരീരം, ഇപ്രകാരം പഞ്ചഭൂതം, അതിൻ്റെ ഒപ്പം തന്നെ സത്വരജസ്തമോ ഗുണങ്ങളും കൂടിച്ചേർന്നിട്ട് അപ്പൊ ഈ പല കർമ്മങ്ങളെയും അനുഭവിക്കുകയും കർമ്മഭോഗത്യാഗത്തിലൂടെയുമാണ് അതാത് ദേഹത്തിൽ നിന്ന് ജീവന് മുക്തി ലഭിക്കുക. എന്നാൽ ഇവിടെ ഹയഗ്രീവ ഭഗവാൻ പറയുകയാണ് അഗസ്ത്യ മഹർഷിയോട്, അല്ലയോ മഹർഷേ, ഈ കർമ്മഭോഗത്യാഗം അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല, പ്രയാസമാണ്. കാരണം കർമ്മഭോഗം ശരിക്കും അനുഭവിച്ചിട്ടില്ല എങ്കിൽ അതിൽ വിരക്തി വന്ന് അതിനെ ത്യജിക്കാനാവില്ല എന്നത് തന്നെയാണ് പ്രധാന കാരണം. കർമ്മഫലം അതെന്തു തന്നെയാണെങ്കിലും
അതിൽ നിന്ന് ഓടി ഒളിക്കാൻ ശ്രമിക്കാതെ, എന്നാൽ അതിനോട് അത്യധികം ആസക്തി ഇല്ലാതെ, അന്ധമായിട്ട് ആസക്തിയോടുകൂടി അതിനെ അനുഭവിക്കാൻ ശ്രമിക്കാതെ അറിഞ്ഞ് അനുഭവിക്കുക. കർമ്മഫലമാണ് എന്ന് അറിഞ്ഞ് അനുഭവിക്കുക. അങ്ങനെയാണെങ്കിലോ ഒരുവന്റെ ആസക്തി നിശേഷം നശിക്കും, ക്രമേണ വിരക്തി കൈവരും. എന്നാൽ ഇത് പലർക്കും സാധിക്കുന്നില്ല. കർമ്മഫലമായി എന്ത് വന്നു ചേർന്നാലും അതിനെ വേണ്ടതുപോലെ ആസ്വദിക്കാൻ അശക്തരാണ് മനുഷ്യൻ. വിപരീത ഫലമുണ്ടാവുമ്പോൾ അതിൽ നിന്ന് രക്ഷ നേടാൻ ഓടിയൊളിക്കാൻ ശ്രമിക്കും. എന്നാൽ പൂർണ്ണമായ സുഖാനുഭവത്തിലൂടെ, പൂർണ്ണമായ ദുഃഖാനുഭവത്തിലൂടെയും ഒരുവന് മുക്തി ലഭിക്കും എന്നാണ് ഇവിടെ വ്യക്തമാക്കാൻ ശ്രമിക്കുന്നത്. നമ്മളിൽ ഓരോരുത്തരിലുമുള്ള ഗുണം, അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ആ ഗുണത്തിനോട് ഐക്യഭാവന പുലർത്തിക്കൊണ്ട് ആത്മാവിനെ അറിയുക. ഈ ഒരു അറിവ് അപകടമില്ലാത്തതാണ്, നമുക്ക് അനായാസം സാധിക്കാവുന്നതാണ്, ഇത് സിദ്ധികളെ നൽകുന്നതുമാണ്. തന്നെ പൂർണ്ണമായി അറിഞ്ഞ് അംഗീകരിക്കുക, താൻ ഈശ്വര ആവിഷ്കാരമാണ് എന്ന് മനസ്സിലാക്കുക. അങ്ങനെ ചെയ്യുന്നത് മുക്തിപ്രദമാണ്, സിദ്ധിപ്രദമാണ്. അപ്പൊ കൃത്രിമമായ നാട്യങ്ങളെ, കാപട്യത്തെ, അനുകരണത്തെ നിരസിച്ചുകൊണ്ട് ഉള്ളതിനെ ഉള്ളതുപോലെ അംഗീകരിക്കുക. ഈ ഒരു മാർഗം അപകടരഹിതമാണ്, അപായരഹിതമാണ് എന്നിവിടെ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അർച്ചയന്തി പരാം ശക്തിം വിധിനാ അവിധിനാപിവ നദേ സംസാരിണോ നൂനം മുക്തായേവ ന സംശയ. പരയായിരിക്കുന്ന ശക്തിയെ അഥവാ ലളിതാ പരമേശ്വരിയെ ശാസ്ത്രവിധി അനുസരിച്ചോ അല്ലാതെയോ പൂജിക്കുന്ന ഒരുവന് ജനന മരണക്ലേശമായിട്ടുള്ള ഈ സംസാരം ഒരിക്കലും ബന്ധനമാവില്ല. അവർ മുക്തന്മാർ തന്നെയാവും. ശിവം ഭൂത്വ ശിവം യജേൽ. പൂജിക്കുവാൻ ഉദ്ദേശിക്കുന്ന ഒരുവൻ ആദ്യം പൂജിക്കപ്പെടുന്ന മൂർത്തിയുമായി അഭേദഭാവന പുലർത്തണം. അങ്ങനെയാണെങ്കിൽ ലളിതാ പരമേശ്വരിയെ വിധിപ്രകാരമോ അല്ലാതെയോ പൂജിക്കുന്ന ഞാൻ ലളിതാ പരമേശ്വരിയാണ് എന്ന് ഉറപ്പിക്കണം. ആ ധാരണ ഉറച്ചാൽ അവൻ മുക്തനാകും. ത്രിപുര ദേവിയുടെ ആരാധന. എന്തുകൊണ്ടാണ് ദേവിക്ക് ത്രിപുര എന്ന് പേര് വരാൻ കാരണം? മനസ്സ്, ബുദ്ധി, ചിത്തം എന്നിങ്ങനെ 3 പുരങ്ങളിൽ വസിക്കുന്നത് കൊണ്ടാണ് ത്രിപുരാദേവി. അപ്പൊ ത്രിത്വ ഭാവത്തിലുള്ള എല്ലാം ത്രിപുരാരൂപങ്ങളാണ്. മന്ത്രം, അസ്ത്രം, ഇതിനോട് ചേർത്ത് ന്യാസം, ഈ ക്രമങ്ങളെ കൊണ്ട് ആ ദേവിയിൽ, ത്രിപുരാദേവിയിൽ മനസ്സും പ്രാണങ്ങളും ചേർത്ത് ആ ദേവിയെ ഉപാസിക്കുന്ന താനും ആ ത്രിപുരാദേവിയും ഒന്നാണ് എന്ന ഐക്യഭാവേന, ആ ഭാവനയോടുകൂടി ഭാവഹാവാദികളെ നടത്തുകയും ചെയ്യുന്നവർ മുക്തിയെ പ്രാപിക്കും. ഈ മന്ത്രന്യാസം അല്ലെങ്കിൽ അസ്ത്രന്യാസം എന്നതുകൊണ്ട് ന്യാസങ്ങളെ പല രീതിയിൽ പൂജാവിധികളിൽ പറയും. പൂജിക്കപ്പെടുന്ന ദേവതയെ സ്വന്തം ശരീരത്തിലെ അംഗങ്ങളിൽ സ്ഥാപിച്ച്
താനും ആ ദേവതയായി പരിണമിച്ചു എന്ന് ദൃഢസങ്കല്പം ചെയ്യുകയാണ് അവിടെ. അതാണ് ന്യാസത്തിന്റെ ഉദ്ദേശം. ഇനി ഇവിടെ യജിക്കുക എന്നാൽ അന്തര്യാഗം, ബഹിര്യാഗം, മഹായാഗം ഈ വിധികളാൽ ആരാധിക്കുക എന്നതാണ് യജിക്കുക എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതിൽ അന്തര്യാഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പരമാത്മ തേജസ്സിനെ ആധാരചക്രങ്ങളിൽ അനസ്യൂതം ധ്യാനിക്കുകയാണ്. അതാണ് അന്തര്യാഗം. ഇനി ബഹിര്യാഗം എന്നാൽ അർത്ഥമാക്കുന്നത് പൂജാകർമ്മങ്ങളെ അനുഷ്ഠിക്കുന്നതിനാണ്. ഇനി മഹായാഗത്തിന്റെ ക്രമം അത് ഗോപ്യമായിട്ടുള്ളതാണ്. മഹാഗണപതി, അന്നപൂർണ, ഭൈരവൻ, അശ്വാരൂഢ, മാതംഗി, വാരാഹി ഇങ്ങനെയുള്ള ദേവതമാരെ, അതുപോലെ തന്നെ ലളിതാ പരമേശ്വരിയെയും പൂജ, ഹോമം, തർപ്പണം അങ്ങനെയുള്ള കർമ്മങ്ങളെ കൊണ്ട് ഈ മഹായാഗത്തിൽ പ്രീതിപ്പെടുത്തുന്നു. അപ്പൊ ഏതൊക്കെ ദേവതകളെയാണ് മഹായാഗത്തിൽ ആരാധിക്കുന്നത് എന്ന് തുടർന്ന് പറയാൻ പോകുന്നുണ്ട്. അങ്ങനെ ഹയഗ്രീവ ഭഗവാൻ അഗസ്ത്യ മഹർഷിക്ക് ഉപദേശങ്ങളെ തുടരുകയാണ്. അങ്ങയെപ്പോലുള്ള തപോനിഷ്ഠന്മാർക്കാണ് ലോകത്തിന് അനുഗ്രഹമായി തീരുന്ന രഹസ്യങ്ങളെ വെളിപ്പെടുത്താൻ കഴിയുക. ലോകത്തിന് നന്മ വരണം എന്ന താല്പര്യത്തോടുകൂടി ആണിവിടെ അഗസ്ത്യ മഹർഷി അജ്ഞാനികളായിട്ടുള്ളവർക്ക്, സാധാരണന്മാർക്ക് ഉപയുക്തമായിട്ടുള്ളൊരു മുക്തിമാർഗം അതെന്താണ് എന്ന് ഹയഗ്രീവ മൂർത്തിയോട് ചോദിക്കുന്നത്. അപ്പൊ ലോകത്തെ അനുഗ്രഹിക്കണമെന്ന ആ ഒരു താല്പര്യത്തോടു കൂടി തന്നെ ഇവിടെ ഹയഗ്രീവൻ അതിന് മറുപടി പറയുന്നു. ഈ അഗസ്ത്യനെ പോലുള്ള മഹാത്മാക്കൾക്കും ഭഗവാൻ ഹയഗ്രീവനെ പോലുള്ള ഈശ്വര അവതാരങ്ങൾക്കും എന്തുകൊണ്ടാണ് പ്രേമമുണ്ടാവുന്നത്, എന്തുകൊണ്ടാണ് അനുകമ്പ ഉണ്ടാവുന്നത്? അവരുടെ അഹംബോധം സർവചരാചരങ്ങളെയും ഉൾക്കൊള്ളുന്നതാണ്. അതാണ് അതിന്റെ കാരണം. അതുകൊണ്ടാണ് അവർക്ക് ലോകത്തിന്റെ ക്ലേശത്തെ തീർക്കണം എന്ന ഒരു അനുകമ്പ. തൻ്റെ ശരീരത്തിൽ, നമുക്ക് സാധാരണന്മാർക്ക് അവരവരുടെ ശരീരത്തിലെ ഏതെങ്കിലും ഒരു ഭാഗത്തിന്, ഒരു അവയവത്തിന് കേടുപാടുകൾ സംഭവിച്ചാൽ അത് എത്ര പ്രയത്നം ചെയ്തും, എത്ര ധനം ചെലവഴിച്ചിട്ടാവാം, മറ്റേതെങ്കിലും ഉപായം സ്വീകരിച്ചിട്ടാവാം, ഇനി മാറ്റിവെക്കേണ്ടുന്ന അവയവമാണെങ്കിൽ മാറ്റിവെച്ചുകൊണ്ടാവാം, അങ്ങനെ തൻ്റെ ശരീരത്തിനുണ്ടാവുന്ന കേടുപാടുകളെ പരിഹരിക്കുക എന്നത് ഏതൊരു മനുഷ്യന്റെയും സർവ്വസാധാരണമായിട്ടുള്ള ഒരു ആഗ്രഹമാണ്. അത് മനുഷ്യജന്മത്തിന്റെ ഒരു സവിശേഷതയാണ്. ഈ ഭൂമിയിൽ വെച്ചുകൊണ്ട് കർമ്മം ചെയ്ത് പുണ്യം ആർജിച്ച് ഏതൊരു മനുഷ്യനും മന്വന്തരത്തിന്റെ അധിപനാവാൻ കഴിയുന്നു, ദേവപദത്തെ പ്രാപിക്കാൻ കഴിയുന്നു, ശിവപദത്തിലേക്ക് പോലും ഉയരുവാൻ കഴിയുന്നു. എന്നാൽ അത്തരത്തിൽ
ഒരു ജന്മം ലഭിച്ചിട്ട്, ഒരു മനുഷ്യജന്മം ലഭിച്ചിട്ട് അതിനെ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്താതെ പഴാക്കിക്കളയുന്നത് കാണുമ്പോൾ അഗസ്ത്യ മഹർഷിക്ക് ഖേദം തോന്നുന്നു, അനുകമ്പ തോന്നുന്നു നമ്മളോടൊക്കെ. ഇപ്പൊ ഹയഗ്രീവ ഭഗവാന്റെ ആ മുന്നിൽ അഗസ്ത്യ മഹർഷി നമസ്കരിച്ചുകൊണ്ട് വീണ്ടും ചോദിക്കുകയാണ്, ഈ ലളിതോപാഖ്യാനം പൂർണ്ണമായിട്ടും ആദ്യം മുതൽ അവസാനം വരെ ഹയഗ്രീവ അഗസ്ത്യ സംവാദ രൂപേണയാണ് നമുക്ക് കാണാൻ കഴിയുക. ഈ ഹയഗ്രീവ മൂർത്തിയാണ് ശ്രീവിദ്യോപാസകരിൽ, ഗുരു പരമ്പരകളിൽ അഗ്രഗണ്യനായിട്ടുള്ളത്. ഹയഗ്രീവൻ എന്ന ആ പദത്തിന് അശ്വമുഖൻ, കുതിരയുടെ മുഖം വെച്ചിട്ട് ഈ ഒരു പദത്തിന് യോഗ സംബന്ധിയായിട്ടുള്ളൊരു അർത്ഥം കൽപ്പിച്ചിരിക്കുന്നു. ദേവി ഭാഗവതം പോലുള്ള പുരാണങ്ങളിൽ ആ കഥയെ പരാമർശിച്ചിട്ടുള്ളത് ഇപ്രകാരമാണ്. യുദ്ധക്കളത്തിൽ വില്ല് നിലത്തൂന്നി അതിന്റെ മുകൾ ഭാഗത്തായി മുഖം വെച്ച് നിന്നുകൊണ്ട് ഉറങ്ങിയതായ മഹാവിഷ്ണുവിന്റെ ആ നിലത്തൂന്നിയിട്ടുള്ള വില്ലിന്റെ ഞാൺ പൊട്ടുകയും അല്ലെങ്കിൽ അത് കരണ്ട് മുറിക്കുകയും, ഞാൻ പൊട്ടിയതോടുകൂടി വില്ല് നിവർന്നു. ആ ശക്തി കൊണ്ട് ശിരസ് ഛേദിക്കപ്പെട്ടു എന്ന ഒരു കഥാരീതിയിൽ അവതരിപ്പിച്ച വിഷയം. അത് സാധാരണ നമ്മളെ കൊണ്ട് ഉൾക്കൊള്ളുവാൻ കുറച്ച് പ്രയാസമാണ്. ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന ഒരു ചിന്ത ഉണ്ടാവാം. അപ്പൊ ഇത് യോഗമാർഗവുമായി ഒരു ബന്ധമുണ്ട്. യോഗികളുടെ ഭാഷയിൽ മഹായോഗികൾ അവരുടെ കണ്ഠം, യോഗ സാധനയിൽ ഓരോ ചക്രങ്ങളായിട്ട് മൂലാധാരം തുടങ്ങിയിട്ടുള്ള ഓരോ സ്ഥാനങ്ങളെ കൽപ്പിച്ചിട്ടുണ്ട്. അതിൽ കണ്ഠം, അവിടെ ആയിട്ട് അടഞ്ഞുകിടക്കുന്ന ഒരു ദ്വാരം, അതിന്റെ മുകളിലേക്ക് കണ്ഠം മുതൽ, അല്ലെങ്കിൽ കണ്ഠത്തിൽ നമുക്കെല്ലാം കാണുവാനും തൊട്ടറിയുവാനും കഴിയുന്ന ഒരു ചെറിയ നാവുണ്ട്, കുറുനാവ് അല്ലെങ്കിൽ അണ്ണാക്ക് എന്നൊക്കെ പറയും. അതിന്റെ മുകൾ ഭാഗം തുടങ്ങി ബ്രഹ്മരന്ധ്രം വരെ. ബ്രഹ്മരന്ധ്രം ശിരസില്, മൂർധാവില്, ശിരസിലെ ഏറ്റവും ഉപരിഭാഗത്താണ്. അങ്ങനെ ഒരു നാളമുണ്ട്, ഒരു ദ്വാരമുണ്ട്. എന്നാൽ അത് അടഞ്ഞിട്ടാണ് ഉള്ളത്. അപ്പൊ ഈ നാളത്തിനെ, ഈ ദ്വാരത്തിനെ യോഗസിദ്ധി കൊണ്ട് തുറന്ന്, ഖേജരി മുദ്ര എന്നൊക്കെയാണ് അതിനെ വിശേഷിപ്പിക്കുക, ആ നാളം വഴി പ്രാണനെ സ്വീകരിക്കുക. നമുക്കെല്ലാം ശ്വാസോച്ഛ്വാസം മൂക്കിൽ കൂടി, നാസികാദ്വാരത്തിൽ കൂടിയിട്ടാണ് അല്ലെങ്കിൽ വായിൽ കൂടിയിട്ടാണ് പ്രാണനെ എടുക്കുക. കൂടുതലായിട്ടും പ്രാണനെ സ്വീകരിക്കുവാനുള്ള മനുഷ്യരുടെ ജീവജാലങ്ങൾക്ക് കൂടുതലുള്ള ഒരു പ്രാധാന്യമുള്ള ഇന്ദ്രിയം നാസികയാണ്, മൂക്കാണ്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി യോഗികൾ ഈ കണ്ഠത്തിൽ നിന്നും, കണ്ഠത്തിന്റെ ഉപരിഭാഗത്തു നിന്നും തുറക്കുന്ന ഒരു നാളം, അത് ബ്രഹ്മരന്ധ്രം, തലയോട്ടിയില് ആ ഒരു ഭാഗത്ത് മാംസം കൊണ്ട് അടഞ്ഞ രീതിയിലാണ് ആ നാളം ഉള്ളത് എന്നാണ് പറയുക. അപ്പൊ അതിനെ യോഗ ശക്തി കൊണ്ട് തുറക്കുകയും അതുവഴി
പ്രാണങ്ങളെ സ്വീകരിക്കുകയും ചെയ്യുക എന്ന ആ ഒരു പ്രക്രിയയാണ്, ആ യോഗമാർഗത്തെയാണ് ഇവിടെ കഥാരൂപത്തിൽ ഞാൻ പൊട്ടിയ വില്ല് ആ വിഷ്ണുവിന്റെ ശിരസിനെ ഛേദിച്ചു. യോഗസിദ്ധിയിലൂടെ വിഷ്ണുവിന്റെ ശ്വാസോച്ഛ്വാസം ബ്രഹ്മരന്ധ്രം വഴിയാക്കി എന്ന് താല്പര്യം എന്ന രീതിയിൽ അതിനെ എടുക്കണം. അശ്വം എന്ന വാക്കിന് വേദങ്ങളിൽ പ്രാണശബ്ദം കൊണ്ടാണ് അർത്ഥമാക്കുക. അപ്പൊ അശ്വമുഖൻ, ഹയഗ്രീവൻ, പ്രാണനെ മുഖമായിട്ടുള്ളവൻ, ഹയഗ്രീവൻ. മഹായോഗി ഭാവത്തെ സ്വീകരിച്ചതായ ഭഗവാൻ മഹാവിഷ്ണു, അതേപോലെ തന്നെ ഊർധ്വപ്രാണനായ മറ്റൊരു മഹർഷിയെ, അഗസ്ത്യ മഹർഷിയെ ഇവിടെ ഭഗവാൻ മഹാവിഷ്ണു തന്നെ ഹയഗ്രീവ രൂപത്തിൽ അവതരിച്ച്, അല്ലെങ്കിൽ തന്റെ അംശമായിട്ട് വരുന്ന ഹയഗ്രീവൻ എന്ന ഋഷിയെയാണ് ഭഗവാൻ മഹാവിഷ്ണു നിയോഗിക്കുന്നത്. ഇവിടെ ഹയഗ്രീവ അവതാരം എന്ന് പറഞ്ഞാൽ ഒരു അംശാവതാരമായിട്ട് കാണാം. അങ്ങനെ ഹയഗ്രീവൻ എന്ന ഋഷി അഗസ്ത്യൻ എന്ന ആ മഹർഷിക്ക് ഉപദേശങ്ങളെ നൽകുന്നു. ഇനി ഹയഗ്രീവൻ എന്ന് തന്നെ പേരുള്ള മറ്റൊരു അസുരനെ നിഗ്രഹിക്കുവാൻ കൂടി വേണ്ടിയിട്ടാണ് ഈ വിഷ്ണു അവതാരം, ഹയഗ്രീവ അവതാരം എന്നുകൂടി ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഇവിടെ വിഷ്ണു അംശമായിട്ടുള്ള, വിഷ്ണു അവതാരമായിട്ടുള്ള ഹയഗ്രീവ ഋഷിയും അഗസ്ത്യ മഹർഷിയും തമ്മിലുള്ള സംഭാഷണം ഭഗവൻ സർവധർമ്മജ്ഞ സർവസിദ്ധാന്തവിത്തമ ലോകാഭ്യുദയഹേതുർഹി ദർശനന്തു ഭവാദൃശ. അഗസ്ത്യന്റെ അടുത്തൊരു ചോദ്യമാണ്. 6 ഭഗങ്ങൾ ചേർന്നവൻ ആണ് ഭഗവാൻ. ഐശ്വര്യം, ധർമ്മം, കീർത്തി, ശ്രീ, ജ്ഞാനം, വിജ്ഞാനം. അതുകൂടാതെ സർവഭൂതങ്ങളുടെയും ഉത്പത്തി വിപത്യാദികളെ അറിയുന്നവൻ എന്നും ഭഗവാൻ എന്ന ശബ്ദത്തിന് അർത്ഥമുണ്ട്. ഐശ്വര്യസ്യ സമഗ്രസ്യ വീര്യസ്യ യശസ ശ്രിയ ജ്ഞാനവിജ്ഞാനയോശ്ചൈവ ഷണ്ണാം ഭഗ ഇതീരണ. സർവധർമ്മജ്ഞനും സർവസിദ്ധാന്തങ്ങളും അറിയുന്നവനും, ഒരു ഗുരുവിന് വേണ്ട, ആചാര്യന് വേണ്ട എല്ലാ യോഗ്യതകളും ഉള്ള മഹാത്മാവാണ്. ഗുരു സർവതന്ത്രവിത്തായിരിക്കണം, മർമ്മത്തെ ഗ്രഹിച്ചവനായിരിക്കണം, ഗ്രഹിക്കാൻ കഴിവുള്ള ആളായിരിക്കണം, ജിതേന്ദ്രിയനും, ഒരു പരമ്പരയിൽ ഉൾപ്പെട്ട ആളായിരിക്കണം, ഭക്തി ഉള്ള ആളായിരിക്കണം, തൻ്റെ പൂർവപരമ്പരയിൽ ഭക്തി ശ്രദ്ധാവിനയം ഉണ്ടായിരിക്കണം, വാക്കുകൾ പറയുന്നത് തന്നെ പ്രവർത്തിക്കുന്ന ആളായിരിക്കണം. സുലഭനും സുമുഖനുമായിരിക്കണം. സുലഭൻ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് സംശയ നിവാരണത്തിന് ആവശ്യം വരുമ്പോൾ ലഭിക്കുന്ന ആളായിരിക്കണം. സുമുഖൻ എന്നതുകൊണ്ട് സൗന്ദര്യമുള്ള ആള് എന്ന അർത്ഥത്തിലല്ല ഇവിടെ. മുഖത്തെ അവയവങ്ങളെല്ലാം നന്നായി പ്രവർത്തിക്കുന്നവൻ സുമുഖൻ. ഈശ്വരനും ശിഷ്യനും ഇടയിലുള്ള ഒരു മാർഗം, ഒരു വാതിൽ, ഒരു കവാടം ആണ് ഗുരു അഥവാ ആചാര്യൻ. ഇവിടെ അഗസ്ത്യൻ ചോദിക്കുകയാണ്, ആവിർഭാവം മഹാദേവ്യ തസ്യ രൂപാന്തരാണിച വിഹാരാണിച മുഖ്യാനി താനി വിസ്തരതോവത. മഹാദേവിയുടെ ആവിർഭാവം, മറ്റ് രൂപങ്ങൾ, പ്രധാന ലീലകൾ, ഇതിനെക്കുറിച്ചിട്ടെല്ലാം അങ്ങ് പറഞ്ഞു തന്നാലും.
മറുപടിയായിട്ട് ഹയഗ്രീവ ഋഷി പറയുകയാണ്, അനാദിരഖിലാധാര സദസൽ കർമ്മരൂപിണി ധ്യാനൈകദൃശ്യാ ജ്ഞാനാംഗി വിദ്യാംഗി ഹൃദയാസ്പദ. ആദ്യന്തരഹിതയാണ് ദേവി. എല്ലാറ്റിനും, സ്ഥാവരജംഗമങ്ങളായ എല്ലാറ്റിനും ആധാരമായിട്ടുള്ളതും ദേവി തന്നെയാണ്. സത്കർമ്മ അസൽക്കർമ്മരൂപിണിയാണ്. നല്ലതും ചീത്തയുമായിട്ടുള്ള എല്ലാ കർമ്മങ്ങളും അവിടുത്തെ രൂപം തന്നെയാണ്. ധ്യാനൈകദൃശ്യ, ബുദ്ധിയുടെ യാനമാണ്, ധീയുടെ യാനം, അതാണ് ധ്യാനം. ധീ എന്ന വാക്കിന് കാഴ്ച എന്നർത്ഥമുണ്ട്. ജ്ഞാനവും വിദ്യയുമാകുന്ന അംഗങ്ങളോടുകൂടി ഹൃദയത്തെ ആസ്പദമാക്കി ഏറെക്കാലം അനുഷ്ഠാനം കൊണ്ട് പ്രാപിക്കാൻ കഴിയുന്ന ആളുമാണ് ആ ദേവി. എല്ലാ ആരാധനകളുടെയും സ്വരൂപം ആത്മൈക്യഭാവനയാണ്. ധ്യാനത്തിലൂടെയും യോഗമാർഗത്തിലൂടെയും ആത്മൈക്യമാണ് നേടേണ്ടത്. സൃഷ്ടിയുടെ ആരംഭത്തിൽ ബ്രഹ്മാവിൽ ധ്യാനയോഗത്തിൽ ആണ് ശക്തി ആവിർഭവിക്കുന്നത്. അവിടെയാണ് പ്രകൃതി എന്ന പേരിൽ പ്രസിദ്ധമായത്. ആ ശക്തി ദേവന്മാർക്കൊക്കെ ഇഷ്ടസിദ്ധികളെ നൽകുന്ന ആളായി മാറി. അപ്പോൾ ദേവിയുടെ ഒന്നാമത്തെ രൂപം എന്ന് വേണമെങ്കിൽ പ്രകൃതിയെ പറയാം. ആദൗ പ്രാദുരഭൂശക്തിർ ബ്രഹ്മണോ ധ്യാനയോഗത പ്രകൃതിർനാമസാഖ്യാത ദേവാനാം ഇഷ്ടസിദ്ധിത. ദ്വിതീയം ഉദഭൂത് രൂപം പ്രവൃത്തേ അമൃതമന്ധനെ സർവസമ്മോഹജനക അവാങ്മനസഗോചരം. രണ്ടാമത്തെ രൂപം അമൃതമഥനം നടന്ന സമയത്ത് എല്ലാവർക്കും മോഹം ജനിപ്പിക്കുന്ന രീതിയിൽ വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ പ്രാപിക്കാൻ കഴിയാത്തതായിട്ടുള്ള വിഷ്ണുമായ സ്വരൂപം. ആ മായാസ്വരൂപത്തെ കാണുന്ന സർവജ്ഞനായ യോഗേശ്വരനായിട്ടുള്ള ശ്രീ പരമേശ്വരൻ പോലും, ശിവൻ പോലും മോഹിച്ചുപോയി. പാർവതിയെ പോലും വിസ്മരിച്ച് ആ മായാരൂപത്തിന്റെ പിന്നാലെ, മായാമോഹിനിയുടെ പിന്നാലെ കുറെ ദൂരം ശ്രീ പരമേശ്വരൻ സഞ്ചരിച്ചു. അന്ന് ആ മോഹിനിയിൽ ആകൃഷ്ടനായ ശിവൻ ആ മായാമോഹിനിയിൽ ജനിപ്പിച്ചതായ, അല്ലെങ്കിൽ അവിടെ വെച്ച് ഹരൻ ആ മായാരൂപത്തെ, മോഹിനിയെ ആലിംഗനം ചെയ്യവേ ഹരന്റെയും ഹരിയുടെയും സംഗമത്തിൽ നിന്നും അസുരസംഹാരിയായിട്ടുള്ള ശാസ്താവ് എന്ന ആ ഒരു ദേവൻ ഉദ്ഭവിച്ചു എന്ന് ഇവിടെ ഈ ലളിതോപാഖ്യാനത്തിൽ അതിൻ്റെ സൂചന തരുന്നു. തസ്യാം വൈ ജനയാമാസ ശാസ്താരം അസുരാർദ്ദനം. ഇവിടെ ചോദിക്കുകയാണ് അഗസ്ത്യൻ, സർവഭൂതേശനായിട്ടുള്ള ഇന്ദ്രിയങ്ങളെ ജയിച്ച കാമാരിയായ ആ ശിവൻ ഈ വിഷ്ണുമായയാൽ, ആ പരാശക്തിയാൽ അല്ലെങ്കിൽ ആ പ്രകൃതിയാൽ മോഹിപ്പിക്കപ്പെടുക, അതിലൊരു പുത്രൻ ജനിക്കുക, ഇതൊക്കെ ആശ്ചര്യമാണ് എന്നിങ്ങനെ ചോദിക്കുമ്പോഴാണ് തുടർന്ന് ആ കഥയെ ഇനി പറയാൻ പോകുന്നത്. നമ്മൾ 2-ാം അധ്യായമാണ് ഇവിടെ ശ്രവണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമസ്കാരം. ശ്രീ മഹാദേവ്യേ നമഃ.